ടാറ്റ നെക്സൺ EV, MG ZS EV, Hyundai Kona തുടങ്ങിയ നിരവധി ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിലിറങ്ങി കഴിഞ്ഞു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇന്ത്യയിലെ ഫസ്റ്റ് ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് അല്ലെങ്കിൽ e-rickshawയാണ് Mahindra Treo. Mahindra Treoയെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. എല്ലാ കൂട്ടുകാർക്കും CAR360 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ എലമെൻറ്റ്സിൽ നിന്ന് തുടങ്ങാം. അത്യാവശ്യം അട്രാക്റ്റീവ് എന്ന് പറയാവുന്നൊരു ഡിസൈൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് വലിയൊരു വിൻഷീൽഡ് ഏരിയ കാണാം. അത് നമുക്ക് ഡ്രൈവിൻ്റെ സമയത്തും അതിൻ്റെ ഒരു ഉപകാരം തോന്നുന്നുണ്ട്. നമുക്ക് ആ ഡ്രൈവിൻ്റെ സമയത്ത് പറയാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ ലൈറ്റിൻ്റെ പൊസിഷൻ ഫുൾ റൗണ്ട് ആയിട്ടുള്ള ലൈറ്റാണ്. റൗണ്ട് ആയിട്ടൊരു ഹെഡ് ലാമ്പാണ്. ഒരു ബ്ലൂ യൂണിറ്റുകൾ കാണാം. അതിൻ്റെ മേലായിട്ട് ഒരു റൗണ്ട് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു പൊസിഷനിങ്. ഒരു മാറ്റ് ബ്ലൂ ഫിനിഷ് ആയിട്ടുള്ളൊരു പോർഷനാണ് ടോപ്പിന് വരുന്നത്. അടിയിലായിട്ട് നമുക്ക് വൈറ്റ് വരുന്നത്. ഒരു ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ടാണ് ഈ ഒരു കളർ കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമുക്ക് മഹീന്ദ്രയുടെ എല്ലാ വാഹനത്തിലും കണ്ടിട്ടുള്ള പോലത്തെ ഒരു റേഡിയേറ്റർ ഇല്ലെങ്കിൽ കൂടിയും ആ ഒരു ഗ്രിൽ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലുമായിട്ടൊരു മഹീന്ദ്ര ലോഗോ ഒക്കെ ഒരു അട്രാക്ഷനും കാര്യങ്ങൾ തന്നെയാണ്. വലിയൊരു വൈപ്പറും കാര്യങ്ങളും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ EV ആയതുകൊണ്ട് തന്നെ ബ്ലൂ കളറിൽ തന്നെയാണ് ഇതിൻ്റെ മേലത്തെ അപ്പോൾസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോഡിനെ കുറിച്ച് പറയുമ്പോൾ എയർക്രാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന തരം ഒരു ഫൈബറാണ് ഇതിൻ്റെ ബോഡി വരുന്നത്. അങ്ങനത്തെ ഒരു ഫൈബറിലാണ് ഇതിൻ്റെ ബോഡി ഫുൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരു മെറ്റൽ ഫ്രെയിം വരുന്നുണ്ട്. ഈ ഫ്രെയിമിനെ മേലെ നമുക്ക് ഈ ഓരോ യൂണിറ്റുകൾ മൗണ്ട് ചെയ്തിട്ടാണ് സാധാരണ ഓട്ടോറിക്ഷസ് മാനുഫാക്ചർ ചെയ്യുന്ന പോലെ ആയിട്ടുള്ള ഇതാണ്. വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു മെറ്റീരിയൽ, അതായത് ഈ എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന ഫൈബർ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ ടയറുകൾ കാണാം. നമുക്ക് എന്തെങ്കിലും സൈഡിലോട്ട് പോകാം. അതൊക്കെയാണ് ഫ്രണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. സൈഡിലോട്ട് വരുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ടയറുകൾ തന്നെയാണ് വരുന്നത്. BS6ഉം അതുപോലെ തന്നെ സേഫ്റ്റി നോംസ് കർശന ആയതുകൊണ്ട് തന്നെ ഒരു ഡോർ മാൻഡറ്ററി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഡോറ് വരുന്നുണ്ട്. അതേ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഡോറാണ്. നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ബാറ്ററി വരുന്നത് കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ബാഡ്ജിങ് ആണ്. ME എന്നാണ് ബാഡ്ജിങ്. ഇതിൻ്റെ ഫുൾ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു മഹീന്ദ്ര ഇലക്ട്രിക് അങ്ങനെ എന്തെങ്കിലും ആണോ എനിക്കറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് സൈഡിൽ മൊത്തത്തിലൊരു വ്യൂ. ബാക്കിലോട്ട് വരുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ബാക്ക് വ്യൂ ആണ്. ചെറിയൊരു ഗ്ലാസ് അല്ല, നല്ലൊരു പോർഷൻ നമുക്ക് കാണാം. നമ്മൾ സാധാ മഹീന്ദ്രയുടെ തന്നെ മറ്റു വാഹനങ്ങളിൽ കണ്ടിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. അതൊരു നമുക്ക് വെർട്ടിക്കലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു മഹീന്ദ്രയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. പക്ക പ്ലെയിനാണ്. നമുക്ക് പ്രത്യേകിച്ച് എഞ്ചിനോ കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് തുറക്കാനോ പിടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. ഇവിടെ നമുക്ക് അതിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു പ്രൊവിഷൻ വരുന്നത്. ഈ ഒരു ഇലക്ട്രിക് എന്നുള്ള അതിൻ്റെ ഒരു ബാഡ്ജിങ്, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പേര് കാണിക്കുന്ന ട്രിയോ എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കാണാം. പിന്നെ നമുക്ക് അടിയിലായിട്ട് തന്നെ ഇത് ഫാബ്രിക് ആയതുകൊണ്ട് ഒരു മെറ്റൽ പോർഷൻ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ നല്ല രീതിയിലൊരു മെറ്റൽ പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് സ്പെയർ വീല്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ സ്പെയർ വീല് കാണാം. നമുക്ക് അകത്തൂടെ കയറുമ്പോൾ നമുക്ക് ആ സ്പെയർ വീല് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇത് നമുക്ക് ഉള്ളിലേക്ക് കയറി ഉള്ളിലത്തെ കാര്യങ്ങൾ പരിചയപ്പെടാം. നമ്മളിവിടെ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. അത്യാവശ്യം ഹൈറ്റുള്ളൊരു സീറ്റാണ്, കുഴപ്പമില്ല. നല്ല വ്യൂ തരുന്നൊരു വിൻഷീൽഡാണ്. അത്യാവശ്യം വ്യൂ ഏരിയ ഉള്ളൊരു വിൻഷീൽഡാണ്. സാധാ വണ്ടികളിൽ കാണാൻ പോലത്തെ ഒരു മിററും കാര്യങ്ങളും നമുക്ക് കാണാം. ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഡിജിറ്റൽ മീറ്റർ കാണാം. അതുപോലെ തന്നെ നമുക്കിതുമേ കൺട്രോൾസ് കാരണം ബാക്കിയൊക്കെ ഓട്ടോറിക്ഷയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ നമുക്കൊന്ന് ഓണാക്കി വെക്കാം. നമ്മൾ കീ ഒരു വട്ടം ടേൺ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നുമില്ല. ഒന്നുകൂടെ ടേൺ ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി ഓണായി. മീറ്റർ ഓണായി കഴിഞ്ഞാൽ വണ്ടി ഓണായി. വണ്ടി ഇപ്പോൾ ഓണിലാണ് ഉള്ളത്. ഇതിൽ നമുക്ക് മീറ്ററിൽ നമുക്ക് നമ്മുടെ സ്പീഡോമീറ്റർ, അടിയിലായിട്ട് ഓഡോമീറ്റർ, അതായത് കിലോമീറ്റർ കാണിക്കാം. പിന്നെ ഡിസ്റ്റൻസ് ടു MT 78 കിലോമീറ്റർ കൂടി നമുക്ക് ഈ ചാർജിൽ ഓടാം. ചാർജിൻ്റെ കപ്പാസിറ്റിയാണ് ഇവിടെ ഈ ഫ്യൂൽ ലെവൽ പോലെ കാണുന്നത്. ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡിലായിട്ട് നമുക്കൊരു ചാർജിങ്ങിൻ്റെ ഒരു ഏരിയ കാണാം. ഫോൺ കാര്യങ്ങൾക്ക് വെക്കാം. ഒരു ചെറിയൊരു പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ബോക്സ് ആണ് ലോക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കുകയും ചെയ്യാം. പിന്നെ സാധാ ഓട്ടോറിക്ഷയിൽ കണ്ടിട്ടുള്ള പോലെ കൺട്രോളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹാൻഡിലുമ്പോൾ വരുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഗിയർ ലിവേഴ്സ് വരുന്നത്. F എന്ന് പറഞ്ഞാൽ ഫോർവേഡ്, അതായത് ഫ്രണ്ടിലേക്ക്, ന്യൂട്രൽ, റിവേഴ്സ്.
റിവേഴ്സ് വരുമ്പോൾ നമുക്കൊരു ഇതേപോലെ ഒരു ബസർ സൗണ്ട് കേൾക്കാം, നമുക്കൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ബട്ടൺ കൂടി കാണാം, ഈ പിന്നെ അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ട്. ഇ എന്ന് പറയുന്നത് എക്കോണമി മോഡും ബി എന്ന് പറയുന്നത് ബൂസ്റ്റ് മോഡാണ്. ഇക്കോണമി മോഡിലിട്ട് നമുക്ക് ഏകദേശം ഒരു സിറ്റി യൂസ്, അതൊരു 45 km/h എന്ന രീതിയിലൊക്കെ നമുക്ക് പോവാം. ബൂസ്റ്റ് മോഡിലിട്ട് നമുക്കൊരു സ്പീഡ് എക്സ്റ്റെൻഡ് ചെയ്തൊരു 55 km വരെ നമുക്ക് എത്തിക്കാം, 55 to 57 ആ റേഞ്ചിൽ നമുക്ക് എത്തിക്കാം. അപ്പോൾ അതിനായിട്ടുള്ളൊരു മോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബാക്കിലെ സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്, നമുക്ക് കാല് കയറ്റി വെച്ചിട്ട് സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ബാഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെക്കുകയും ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാണ്. പിന്നെ നമുക്ക് പിടിച്ചിരിക്കാനായിട്ടൊരു സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കാണാം, ഒരു 3 സ്ട്രിപ്പ് കാണാം, ഇവിടെ ആയിട്ട് 3 സ്ട്രിപ്പ്. അത്യാവശ്യം കംഫർട്ടബിളാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊരു ഡ്രൈവ് പോവാം. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ടായെന്ന് അറിയാൻ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. ആ കൂടെ ഒരു വഴി എന്നുള്ളത് നമ്മളിങ്ങനെ കീ ടേൺ ചെയ്യുമ്പോൾ മീറ്റർ ഓൺ ആയി കഴിഞ്ഞാൽ വണ്ടി ഓണാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഇതിൻ്റെ ഗിയർ വരുന്നത്. ഇപ്പോൾ ന്യൂട്രലാണുള്ളത്. നമുക്ക് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട് റൈറ്റ് സൈഡിലായിട്ട്. ഹാൻഡ് ബ്രേക്ക് താഴ്ത്തി എഫിലിട്ട്, അതായത് ഫോർവേഡിലിട്ടു. മോട്ടർ കൊടുക്കുമ്പോൾ വണ്ടി ഇതേപോലെ മൂവിങ് ആണ്, വണ്ടി സ്റ്റാർട്ടാണ്. റിവേഴ്സ് ആക്കുമ്പോൾ നല്ലൊരു ബസർ ഇങ്ങനെ ഉണ്ടാവും, ആ ബസറിൻ്റെ അടിസ്ഥാനം കൊടുക്കാം. അങ്ങനെയാണുള്ളത്. ചെറുതായിട്ട് കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നമുക്ക് ആ ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് ആ ടോർക്കിൻ്റെ കാര്യം എടുത്ത് പറയുന്നില്ല, എന്നാൽ പവർ നമുക്ക് ഫീൽ ചെയ്യും. എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കാം. ഇപ്പോൾ നമ്മളത് ഫോർവേഡിലിട്ട് വണ്ടി എടുക്കണം കേട്ടോ. നല്ല ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഒരു ഇനീഷ്യൽ പവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇക്കോണമി മോഡിലാണ്. ഇക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ ലോക്ക് ചെയ്യുന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ബൂസ്റ്റിലിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 55 വരെ പോവാം, അത്ര മാത്രം. ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഒരു 3 വീലർ ഞാൻ ഓടിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ 3 വീലേഴ്സിൽ പിന്നിൽ നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു എൻജിൻ വൈബ്രേഷൻ ഇല്ലാത്ത തന്നെ കൂടുതൽ കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ വട്ടം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കട്ട് ഓഫ് ആവും കേട്ടോ. നമുക്കത് നല്ലൊരു ഫീച്ചറാണ്. കാരണം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്ക് നിൽക്കുന്ന സമയത്ത് ആക്സിലേറ്റർ എൻഗേജ് ചെയ്യാത്തത് ഒരു നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഗിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡ്രൈവിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്ത് പറയാത്തക്ക പ്രത്യേകിച്ചൊന്നുമില്ല. അത്യാവശ്യം നല്ല കംഫർട്ടാണ്. പ്രത്യേകിച്ച് നല്ല റോഡ് കൂടി ആകുമ്പോൾ ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ലാണ്ടിരിക്കാം. അത്യാവശ്യം സീറ്റിംഗ് ആണെങ്കിലും മോശം പറയാനായിട്ടൊന്നുമില്ല. ഹൈഡ്രോളിക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. നമ്മൾ സാധാരണ ഓട്ടോറിക്ഷയിൽ കണ്ടിട്ടുള്ള തരം ഹൈഡ്രോളിക് ബ്രേക്ക്സ് തന്നെയാണ് വരുന്നത് കേട്ടോ. ആ മോട്ടറിൻ്റെ സൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഫീൽ കിട്ടില്ല. പ്രത്യേകിച്ച് നമുക്ക് ആ വണ്ടിയുടെ ശബ്ദം കേട്ട് ഓടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഒരു മോട്ടറിൻ്റെ ശബ്ദമുള്ളത് കുറച്ചൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്. ശബ്ദം അത്യാവശ്യം ഓഡിബിളാണ്, നല്ല രീതിയിൽ ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ടാണ്. എന്നാലും അരോചകമായിട്ട് തോന്നുന്ന ഇതൊന്നുമല്ല കേട്ടോ. നമുക്ക് ശരിക്കും ഒരു മോട്ടോർ വണ്ടി ഓടിക്കുമ്പോൾ, അതായത് ഒരു എഞ്ചിനുള്ള വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആക്സിലേറ്റർ വിടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടില്ലേ, ആ ഒരു ഫീൽ അടക്കം നമുക്ക് കറക്റ്റ് ഈ ഒരു മോട്ടറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ബൂസ്റ്റ് മോഡും എക്കോണമി മോഡും എന്ന് പറഞ്ഞില്ലേ, നമുക്ക് സ്പീഡ് എക്സ്റ്റെൻഡ് ചെയ്യൽ മാത്രമല്ല കേട്ടോ, ചെറിയ രീതിയിൽ പവർ വ്യത്യാസം നമുക്ക് അറിയാം. ഇപ്പോൾ ചെറിയൊരു കാറ്റത്ത് നിന്ന് വേണ്ടി നിർത്തി കൊടുത്ത് എടുക്കണമെങ്കിൽ നമുക്ക് ബൂസ്റ്റ് മോഡിലൊക്കെ എടുത്ത് എടുക്കുകയാണെങ്കിൽ ആ ഒരു പവർ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നോർമൽ നമ്മൾ എക്കോണമി മോഡിൽ പോകുമ്പോൾ നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ
എക്കോണമി ഏരിയയിൽ മെല്ലെയാണ് അതിൻ്റെ പവർ ട്രെയിൻ കയറിയിട്ട് മെല്ലെയാണ് അതിൻ്റെ പവർ അറ്റൻഡ് ചെയ്ത് വരുന്നത്. മെല്ലെന്ന് പറയുമ്പോൾ വളരെ സ്ലോ അല്ല അങ്ങനെ. അതേ സ്ഥാനത്ത് ഒന്ന് ബൂസ്റ്റ് മോഡിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി റാപ്പിഡായിട്ട് അല്ല സൗണ്ട് വ്യത്യാസം കണ്ടില്ലേ, കുറച്ചുകൂടി റാപ്പിഡായിട്ട് വാഹനം അങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ കയറ്റത്തിനൊക്കെ നമ്മൾ നിർത്തിയെടുക്കുകയല്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും ബൂസ്റ്റ് മോഡ് എൻഗേജ് ചെയ്യണം. കാരണം സാധാ എക്കോണമി മോഡിൽ വണ്ടി കയറാത്ത പോലെ ചെറിയൊരു ഫീല് വരും. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് എക്കോണമിയിലാക്കി കഴിഞ്ഞാൽ സാധാ പോണ പോലെ ഇപ്പോൾ എക്കോണമിയിലാണ് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇത്തരം ഇലക്ട്രിക് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് വരുന്നത് ഗ്രീൻ ബോർഡാണെന്ന് അറിയാം. അതിൽ ടാക്സി വണ്ടിയാണെങ്കിൽ ഗ്രീനിൽ യെല്ലോ കളർ ടെക്സ്റ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സാണ് വരിക. അതേ സ്ഥാനത്ത് പ്രൈവറ്റ് വാഹനങ്ങളാകുമ്പോൾ ഇതുപോലെയാണ് വരിക, ഗ്രീൻ ബോർഡിന് വൈറ്റ് ലെറ്റേഴ്സ് ആയിട്ടായിരിക്കും വരിക. അത് അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് വണ്ടികളിലെ പ്രൈവറ്റും അതുപോലെ തന്നെ ടാക്സി സെഗ്മെൻറ്റ് നമ്മൾ വേർതിരിച്ചറിയാൻ പറ്റുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജർ എന്ന് പറയുന്നത്. ചാർജറിൻ്റെ ഒരു യൂണിറ്റ് കാണാം നമുക്ക്. ഇപ്പോൾ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സാധാ ഒരു 3 പ്ലഗ് ആണ്. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണാം. ഇവിടെയാണ് ഇതിൻ്റെ ഒരു പോയിന്റ് വെക്കേണ്ടത്. വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് ഇവിടെ വെക്കാം. ഇത് വയർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സാധാരണ ഇപ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ടോ നമുക്ക് സാധാരണ പ്ലഗിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പ്ലഗ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മീറ്ററിൽ ജസ്റ്റ് ബാറ്ററിയുടെ ഒരു ബ്ലിങ്കിങ് ഇൻഡിക്കേഷൻ കാണിക്കും. വണ്ടി ഓഫായാൽ മാത്രമാണ് വണ്ടി ചാർജ് കയറുള്ളൂ. ഏകദേശം 4 മണിക്കൂർ അടുത്താണ് ഫുൾ ചാർജാണ് ഈ വാഹനത്തിന് എടുക്കുന്നത്. ഏകദേശം 7 യൂണിറ്റാണ് വാഹനം യൂസ് ചെയ്യുന്നത്. 60 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ വരിക. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റുകൾ കണ്ടു, ബാക്കിൽ ഇരുന്ന് നോക്കി, ഉള്ളിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി മെയിൻ ഇതിൻ്റെ മോട്ടറിനെ കുറിച്ചിട്ട് പറയാം. ഒരു 8 കിലോ വാട്ടിൻ്റെ ഒരു മോട്ടറാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഒരു 30 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് തരുന്ന ഒരു മോട്ടറാണ്. അത്യാവശ്യം നല്ല റെസ്പോൺസുള്ളതാണ്. നമ്മൾ ഡ്രൈവിൻ്റെ സമയത്ത് പറഞ്ഞു. ഇതിന് ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 3 മണിക്കൂറും 15 മിനിറ്റ്സുമാണ്. 3 hours and 15 minutes ആണ് ഇത് വരുന്നത്. 130 കിലോമീറ്ററിൻ്റെ അടുത്ത് വരെ നമുക്ക് റേഞ്ച് കിട്ടും. നമ്മൾ എക്കോണമിക്കലി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൂസ്റ്റ് മോഡ് ഉണ്ട്, എക്കോണമി മോഡ് ഉണ്ട്. ഒരു ശരാശരി എക്കോണമി മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 130 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റേഴ്സ് റേഞ്ച് ഈ വാഹനം ലഭിക്കുന്നതാണ്. നമുക്ക് അത്യാവശ്യം ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും ചാർജ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ചാർജിങ് മെത്തേഡാണ്. ഇനി ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 48 വോൾട്ടിൻ്റെ ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ്. 32 സെൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ്. ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെല്ല് വീക്ക് ആകുമ്പോൾ ഒരു പർട്ടിക്കുലർ സെല്ല് മാത്രം എടുത്തിട്ട് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ അധികം കുറവാണ്. 7 യൂണിറ്റാണ് ഒരു ഫുൾ ചാർജ് ആവാൻ ഈ ബാറ്ററി എടുക്കുന്നത്. ഒരു 3 മണിക്കൂർ 3 hours and 15 minutes ആണ് ഒരു ഫുൾ ചാർജ് ആവാൻ വേണ്ടി ഇതിൻ്റെ ബാറ്ററി എടുക്കുന്നത്. ഏകദേശം ഒരു 60 രൂപയാണ് ഒരു ഫുൾ ചാർജിന് ഈ വാഹനത്തിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി വെച്ച് നോക്കുമ്പോൾ ഈ വാഹനം 1 കിലോമീറ്ററിന് ഒരു 50 പൈസയാണ് ചിലവ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ടു ഡീസൽ ഓട്ടോറിക്ഷനായിട്ട് നോക്കുമ്പോൾ ലാഭം തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ 130 കിലോമീറ്റർ റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധാ നമ്മൾ വീടുകളിൽ ചാർജ് ചെയ്യാം. നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ചാർജ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രാക്ടിക്കലി വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് ഈ മഹീന്ദ്ര ട്രിയോ എന്നൊരു വാഹനം. ആദ്യത്തെ ഒരു 5 കൊല്ലത്തിന് റോഡ് ടാക്സ് ഇല്ല എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജാണ്. അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നൊരു 25,000 റുപ്പീസിൻ്റെ ഒരു സബ്സിഡി വരുന്നുണ്ട്. അതുകൂടി കുറഞ്ഞിട്ടാണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. മോറോവർ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു ഇതേപോലെ 25,000 നമുക്ക് കിട്ടുന്നുണ്ട്. അത് സാധാരണ കൊമേഴ്ഷ്യൽ പർപ്പസ്, അതായത് ടാക്സി പെർമിറ്റിൽ വാഹനം എടുക്കുമ്പോഴാണ് ഒരു സബ്സിഡി നമുക്ക് അവൈലബിൾ ആവുക. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 50,000 അടുത്ത് നമുക്ക് പൈസ ലാഭം ആണെന്ന് പറയാം. സബ്സിഡി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് സബ്സിഡി കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ്
എക്സ്ഷോറും വരുന്നത്. അതിനുശേഷം വണ്ടിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു 25,000 സബ്സിഡി ആയിട്ട് വരുന്നൊരു പാക്കേജ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 കൊല്ലത്തിന് റോഡ് ടാക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസിലും അതുപോലെ തന്നെ വ്യത്യാസമുണ്ട്. ഈ വാഹനത്തിന് എക്സ്ഷോറൂം റേറ്റ് വരുന്നത് 2,70,000 ആണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 2,86,000 രൂപയാണ്. ഏകദേശം 16 രൂപയാണ് അഡീഷണൽ ഓൺ റോഡ് പ്രൈസിന് വരുന്നത്. ഇൻഷുറൻസിന് രജിസ്ട്രേഷൻ്റെ ഫീസാണ് അതിൽ ആഡ് ഓൺ ചെയ്യുന്നത്. പിന്നെ ഈ വാഹനത്തിന് 2 കൊല്ലം കൂടുമ്പോഴാണ് ടെസ്റ്റ് വരുന്നത്. സാധാരണ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ പ്രൈവറ്റ് വണ്ടികൾക്ക് 15 കൊല്ലവും കൊമേഴ്ഷ്യൽ പർപ്പസ് ആകുമ്പോൾ 2 കൊല്ലം ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു വാഹനം ജെന്യുവനായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും വണ്ടീനെ കുറിച്ചിട്ടുള്ള ഒരു സംശയം ഉണ്ടാവും, നമുക്ക് എത്രത്തോളം ചാർജ് നിൽക്കും എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട്. അത്തരം കസ്റ്റമേഴ്സിന് നമ്മുടെ ശ്രീവരി മഹീന്ദ്ര അവർക്ക് ഒരു 2 ദിവസം വണ്ടി ട്രയൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അങ്ങനെ ട്രയലിനനുസരിച്ച് അവർക്ക് വണ്ടിനെ കുറിച്ച് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വണ്ടി നമ്മുടെ ശ്രീവരി മഹീന്ദ്ര അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംശയമുള്ളവർക്ക് നമുക്ക് നേരെ ഇവരായിട്ട് കോൺടാക്ട് ചെയ്ത് ആ ഒരു സംശയം മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ശ്രീവരി ഡീലേഴ്സ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. തൃശ്ശൂരിലെ ഏകദേശം 6 സ്ഥലത്തായിട്ട് അവരുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാവുന്ന ഒരു സൗകര്യമാണ് ലഭിക്കുന്നത്. പിന്നീട് ഓരോ 10 കിലോമീറ്ററിലും ഇവരുടെ പുതിയ സർവീസ് സ്റ്റേഷൻസ് ആഡ് ഓൺ ചെയ്യുന്ന അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 6 ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ തൃശ്ശൂർ, കോലഴി, നാട്ടിക, അതുപോലെ തന്നെ കുന്നംകുളം, ഇരിഞ്ഞാലക്കുട തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവരുടെ ഔട്ട്ലെറ്റ്സ് ഉള്ളത്. ഈ ഔട്ട്ലെറ്റ്സിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാവുന്നൊരു സൗകര്യം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഉണ്ടാകുന്ന വേറൊരു സംശയമാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്. അതുകൂടി മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയാവുന്നത് നമുക്ക് ഇതിൻ്റെ ടയർ വരുന്ന തേയ്മാനമാണ്. വണ്ടി ഓടുമ്പോൾ വരുന്ന തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മെയിൻ്റനൻസ് കോസ്റ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മോട്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 3 കൊല്ലത്തെ വാറണ്ടി മഹീന്ദ്ര ക്ലെയിം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 80,000 കിലോമീറ്റർ 80,000 കിലോമീറ്റർ വരെയുള്ള വാറണ്ടി തരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പാക്കേജാണ് അത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വാഹനത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിലിടും. ഇത്തരം മറ്റു വാഹനങ്ങൾ EV വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഐ ബട്ടണിൽ അമർത്തുക. വേറെ വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുവരെയും സ്റ്റേ സേഫ് ആൻഡ് സേഫ് മോട്ടറിംഗ്.